ഹലോ ഗൈസ്, വിജയ ലോക ഡയറീസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇപ്പോൾ ഇതാ ഞങ്ങൾ നല്ല ദ്രാസ് വില്ലേജിൽ അവിടെ ടെൻ്റ് അടിച്ചു. ഇവിടെയാണ് ടെൻ്റ് അടിച്ചിരുന്നത്. ടെൻ്റ് അടിച്ച ലൊക്കേഷൻ നോക്ക്, അടിപൊളിയല്ലേ? ഇവിടെ ഉണ്ട്, അവിടെ ഉണ്ട്, വേണ്ട ഇവിടെയാണ് ഞങ്ങൾ ടെൻ്റ് അടിച്ചിട്ടുണ്ടായിരുന്നത്. നൈറ്റ് നല്ല തണുപ്പായിരുന്നു, അതുകൊണ്ട് അങ്ങനെ ഇങ്ങനെയൊക്കെ ആയിട്ടാണ് ഉറങ്ങിയത്. കുഴപ്പമില്ലാതെ ഉറങ്ങി, എന്നാലും അത്ര പെർഫെക്റ്റ് ആയില്ല. ഓക്കെ, അപ്പോൾ ഇപ്പോൾ ഇതാ അടുത്ത റൂട്ട് പിടിക്കുകയാണ്. ലേ റൂട്ടാണ് പോകുന്നത്. ഞാൻ ഇന്ന് ലേയിലെത്തുമോ എന്നുള്ളൊരു കാര്യം അറിയില്ല. അതിന് മുമ്പ് ചിലപ്പോൾ സ്റ്റേ ആക്കും, ചിലപ്പോൾ ലേയിലെത്താം. അപ്പോൾ എന്തായാലും ഇപ്പോൾ ലഡാക്കാണുള്ളത്, ലഡാക്കിലെത്തി. അപ്പോൾ ഇന്നത്തെ കാഴ്ചകൾ, ഇന്നത്തെ യാത്രകൾ എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കി നോക്കാം. ഇവിടെ നിന്നുള്ള വ്യൂ ആണ് എനിക്ക് കൂടുതൽ ഇഷ്ടപ്പെട്ടത് കേട്ടോ. നോക്കി രാവിലെ 5:45 സൂര്യൻ നല്ല വെളിച്ചമൊക്കെ ഇവിടെ വന്നിരുന്നു. ഉണ്ടാ, അടിപൊളിയല്ലേ? നമ്മുടെ ഒപ്പം ഉണ്ടായിരുന്ന മലപ്പുറംകാർ പോയി. ഇപ്പോൾ ഇതാ ഞാനും മറ്റേ ഹൈദരാബാദ് അവനും പോകാൻ നോക്കുകയാണ്. ഓക്കെ, അപ്പോൾ നമുക്ക് ഇന്നത്തെ വീഡിയോയിലേക്ക് കിടക്കാം. അടിപൊളി കാഴ്ചകളൊക്കെ ആയിരിക്കും എന്ന് വിചാരിക്കാം. ഓക്കെ, ഈ വ്യൂ കണ്ടില്ലേ? പോകാം ഈ ഒരു ലൊക്കേഷനിൽ നിന്ന്. അടിപൊളി സ്ഥലം. അങ്ങനെ ലഗേജൊക്കെ വണ്ടിയിൽ സെറ്റ് ചെയ്ത് ഇപ്പോൾ ഞാനിതാ ഈ ഒരു ലൊക്കേഷനിൽ നിന്ന്, ദ്രാസ് വില്ലേജിൽ നിന്ന് പോവുകയാണ്. ഓക്കെ, അടിപൊളി നല്ല ലൊക്കേഷൻ ഉണ്ട്. അപ്പോൾ ഇവിടുന്ന് നമുക്ക് യാത്ര തുടങ്ങാം. ലേയിലേക്ക് ഇനി 267 കിലോമീറ്ററാണ്. ലേയിലെത്തുമെന്ന് നോക്കുക. നമുക്ക് പിന്നെ കാഴ്ചകളൊക്കെ ഉണ്ട്, വീഡിയോ ഒക്കെ ഷൂട്ട് ചെയ്ത് നമ്മളിങ്ങനെ എക്സ്പ്ലോർ ചെയ്തിട്ടാണല്ലോ പോകുന്നത്. അപ്പോൾ എന്തായാലും നോക്കാം, മറ്റവരെന്തായാലും മൂവ് ചെയ്ത് പോവാ. അടുത്ത് നമ്മൾ പെട്രോൾ അടിക്കാൻ പോകുന്നു. ഇതിൽ കുറച്ചുണ്ട്, എന്നാലും ഫുള്ളാക്കാം. പിന്നെ എന്താ പറയുക, 252 റുപ്യക്ക് പെട്രോൾ അടിച്ചപ്പോഴേക്കും എനിക്ക് ഫുള്ളായി. നമ്മൾ പിന്നെ എന്തായാലും ഫുള്ളാക്കണം, എല്ലാം ശരിയാവില്ല. ഇവിടെ ആർമിക്കാരുടെ വണ്ടി പോകണം. ഫുൾ ആർമിക്കാരുടെ തണുപ്പുണ്ട് കേട്ടോ, തണുപ്പുണ്ട്. സമയം 10-10:15, എന്നാലും ചെറിയ രീതിയിൽ തണുപ്പൊക്കെ ഉണ്ട്. ഇവിടെ ആർമിക്കാരൊക്കെ ഉണ്ട്. ഇന്നും നല്ല തെളിഞ്ഞ കാലാവസ്ഥയാണ് കേട്ടോ, അതുകൊണ്ട് സമാധാനമുണ്ട്. ഇവിടെ മഴയൊന്നുമില്ല. ലഡാക്കിൽ മഴയില്ല. മഴ ഉണ്ടെങ്കിൽ നമുക്ക് പാസ് ചെയ്യാനൊക്കെ ബുദ്ധിമുട്ടാവും. ആർമി അങ്ങനെ ഇതാ ചെറിയ ചെറിയ മരങ്ങളൊക്കെ റോഡ് സൈഡിൽ ഇങ്ങനെ ആയിട്ട്, ദൂരെയാണെങ്കിൽ വലിയ മലയും. കുറച്ച് പിള്ളേർ ഇവിടെ ഇരിക്കുന്നത്. റോട്ടിലത്തെ കാഴ്ചകൾ കാണാതിരിക്കുക. മരങ്ങളെ നല്ല ക്ലിയർ ആകാശത്തിൻ്റെ ഒക്കെ ഒരു ക്ലീൻ നോക്കി. ലേയിലേക്ക് 279 കിലോമീറ്റർ, കാർഗിൽക്ക് 49 കിലോമീറ്റർ. നമുക്ക് കാർഗിലൊന്നും ഇറങ്ങാനുണ്ട്. അവിടെ ഒന്ന് ഇറങ്ങി അവിടുത്തെ കാഴ്ചകളൊക്കെ ഒന്ന് കാണണം. ഇപ്പോൾ ഇതാ ഡണ്ടൽ എന്നൊരു പ്ലേസിൽ കൂടിയാണ് ഇപ്പോൾ പോകുന്നത്. പിന്നെ ഇതാ എന്താ പറയുക, ഒറ്റവരിപ്പാതയാണ്. പിന്നെ ഇവിടെയൊക്കെ അപ്പുറത്ത് പ്രൊട്ടക്ഷനൊക്കെ ഉണ്ടാവും, കൈവരിയൊക്കെ ഉണ്ട്. ഇവിടെ ഒന്നും കുഴപ്പമില്ല. അപ്പോൾ ഡണ്ടൽ എന്നൊരു സ്ഥലത്തിൽ കൂടെയാണ് ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത്. ഇനി എന്തെങ്കിലും കഴിക്കൊക്കെ വേണം. രാവിലെ അങ്ങനെ ഇറങ്ങി ഒരാപ്പിൾ കഴിച്ചു. ആപ്പിൾ കിട്ടുകയാണെങ്കിൽ കുറച്ച് വാങ്ങി ബാഗിൽ വെക്കണം.
അങ്ങനെ അതിമനോഹരമായ കാഴ്ചകൾ കണ്ട് ലഡാക്കിലെ റോഡിലൂടെ ഞാൻ ഇപ്പോൾ തസ്കം എന്നൊരു വില്ലേജ് ഏരിയ കൂടെയാണ് പോണത്. തസ്കം ഇവിടെ വല്ല കടകൾ ഉണ്ടാണോ? ഇവിടെ വീടുകളൊക്കെ ഉണ്ട് ഒരുപാട്. വിശക്കുന്നു. ഇവിടെ കടകളൊന്നുള്ള ഏരിയ ഒന്നല്ല. കൂടുതലും വീടുകളാണ് വില്ലേജ്. അത് മേലത്തെ മല ഒക്കെ ഡ്രൈ ആയിട്ട് പച്ചപ്പില്ലാത്ത വില്ലേജ് തസ്കം. വ്യൂ എങ്ങനെയുണ്ട്? ആ ആർമിക്കാരുടെ ട്രക്കും ഇപ്പുറത്ത് മലകളും അവിടെ ഒരു പുഴ ഇങ്ങനെ ഒഴുകുന്നുണ്ട്. അവിടെ ഒരു ബ്രിഡ്ജുണ്ട്. ഇന്നലെ അവിടെ ടെൻ്റ് അടിച്ചെടുത്ത് രാത്രി ഉറങ്ങാൻ പറ്റിയിട്ടില്ല, തണുത്തിട്ട്. അയ്യോ, ഇനി എന്തായാലും ടെൻ്റ് അടിക്കാൻ പറ്റില്ല. ഇനിയിപ്പോൾ അടുത്ത ലൊക്കേഷൻ ലേ ആണെങ്കിൽ അവിടെ റൂം എടുക്കുക. പിന്നെ നമ്മൾ പോണ സ്ഥലങ്ങൾ അവിടെ ഒന്നും ടെൻ്റ് അടിക്കാനൊന്നും പറ്റില്ല. ഇനി റിട്ടേൺ മാത്രം നോക്കിയാൽ മതി. ടെൻ്റ് റിട്ടേൺ എവിടെ ഏകദേശം ദ്രാസ് എത്തിയിട്ടോ അല്ലെങ്കിൽ ലേ കഴിഞ്ഞിട്ടൊക്കെ റിട്ടേൺ വരുമ്പോൾ അപ്പം നോക്കിയാൽ മതി ഇനി ടെൻറ്റിൻ്റെ കാര്യം. തണുപ്പാണ്, രാത്രി നല്ല തണുപ്പുണ്ട്, ഉറങ്ങാൻ പറ്റണ്ടേ. ഇവിടെ ഒരു വെള്ളച്ചാട്ടം നോക്കി, എന്താ വെള്ളം, പക്ക ക്ലിയറിറ്റി, ക്ലിയർ വെള്ളം. വീഡിയോയിൽ എത്രത്തോളം ഇതാണെന്നറിയില്ല. അയ്യോ 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 അയ്യോ. ആയ് എന്ത് തണുപ്പ്, നല്ല തണുപ്പുണ്ട്. ആ എന്താ വെള്ളം, എന്താ വ്യൂ, നല്ല ക്ലിയർ വെള്ളം. കുളിക്കാൻ എന്താ പണിയാവും, നല്ല തണുത്തിട്ട് ഭ്രാന്താവും. ഓക്കെ, ഇപ്പോൾ ഷിംസ എന്നൊരു വില്ലേജിൽ കൂടെയാണ് പോണത്. ഷിംസ അതായത് ഇതിൻ്റെ ഈ ലേയുടെ ഇടയിൽ, കാർഗിലിൻ്റെ ഇടയിലൊക്കെ ഒരുപാട് ചെറിയ ചെറിയ ഗ്രാമപ്രദേശങ്ങളുണ്ട്, കുറച്ച് വീടുകളും ആളുകളൊക്കെ ആയിട്ട്. ഇവിടെ വീടുകളുണ്ടാണ്. ഷിംസ വില്ലേജ്. അവിടെ നിന്ന് അങ്ങനെ ഒരു നദി ഒഴുകി അങ്ങനെ പോവുകയാണ്. ഇത് ഒരു എന്താ പറയുക, കലങ്ങിയ വെള്ളം പോലെ, അങ്ങനെ ക്ലിയറുള്ള വെള്ളമല്ല. ഇവിടുത്തെ മണ്ണിൻ്റെതാവും ഈ മെറ്റൽ ടൈപ്പ് കളറില്ലേ, അങ്ങനത്തെ വെള്ളമാണ്. മേലൊക്കെ നോക്ക്, അങ്ങനെ ഒരു സ്ഥലം. വേറെ കുറച്ച് വീടുകളും അങ്ങനെ കുറച്ച് ബിൽഡിങ്ങുകളൊക്കെ ഉള്ള ഒരു ഏരിയയിലൊക്കെ ആയിട്ട് എത്തി. ഇവിടെയും കടകളൊന്നും ഇല്ല കേട്ടോ. ഇവിടെയൊക്കെ ഇനി എന്തെങ്കിലും സാധനങ്ങൾ വാങ്ങാൻ നല്ല റേറ്റ് ആവും. കുറച്ച് മുമ്പൊക്കെ ആണെങ്കിൽ ചായക്ക് 25 റുപ്യ, കാപ്പിക്ക് 40,
ഇവിടെയൊക്കെ പിന്നെ അത് കൂടുതൽ വരുന്നുണ്ടോ എന്ന് നോക്കിയാൽ മതി. ഇവിടെ ഒരു ബ്രിഡ്ജ് വരെ ഉണ്ട്, പണി കഴിഞ്ഞിട്ടില്ല. അവിടെ എന്തോ ഒരു കട ഉണ്ട്, അവിടെ നിന്ന് എന്തെങ്കിലും ഉള്ളതെന്തെങ്കിലും കുടിക്കാം. അങ്ങനെ ഞാൻ 2 കടലമുട്ടായി ഒരു ഫ്രൂട്ടിയും വാങ്ങി അങ്ങനെ ഇവിടെ നിന്ന് മൂവ് ആവുകയാണ്. ഇവിടെ നിന്ന് പോവാം. ഇതൊരു കട, ഞാൻ യൂട്ടേൺ എടുത്താണ് കേട്ടോ. അവിടെ നിന്ന് യൂട്ടേൺ എടുത്തിട്ട് അങ്ങോട്ട് പോയതാണ്. വീണ്ടും അങ്ങനെ 1-2 വില്ലേജിലൂടെയൊക്കെ വന്ന് അങ്ങനെ ഇങ്ങനെ ഒരു വ്യൂവിലൂടെ എങ്ങോട്ട് നോക്കിയാലും കുന്നും മലയൊക്കെ തന്നെയാണ്. ഓക്കെ, മുന്നോട്ട് പോവാ. കുറേ ദൂരത്തിന് ശേഷം ഒരു പെട്രോൾ പമ്പ് ഉണ്ട്. പെട്രോൾ പമ്പൊന്നും നമ്മൾ ഈ വന്ന റൂട്ടിലൊന്നും ഇല്ല കേട്ടോ. പിന്നെ ഇപ്പോൾ ഈ പമ്പിൻ്റെ അടുത്ത് തന്നെ അവിടെ ഒരു ചെക്ക് പോസ്റ്റ് ഉണ്ട്. ബൈക്കിനാണെങ്കിൽ 20 ഉറുപ്പിക കൊടുക്കണം. എല്ലാ വണ്ടികൾക്കും അങ്ങനെ ഫീസ് ഉണ്ട്. അവിടെ ചെക്ക് പോസ്റ്റ് ഉണ്ട്. അപ്പോൾ ബൈക്കിന് 20 ആയിരുന്നു. അപ്പോൾ അതിൻ്റെ തൊട്ടടുത്ത് തന്നെയാണ് ഈ പമ്പുള്ളത്. ഇവിടെ ബ്രിഡ്ജ് വരുന്നുണ്ട് കേട്ടോ. വേ ടു ലേ ന്യൂട്ര. വലിയൊരു ബ്രിഡ്ജാണ്. വലിയ റോഡാണ്. ഇങ്ങോട്ട് തന്നെ ആവും. ഇത് നോക്കാം. ആ ബ്രിഡ്ജ് കഴിഞ്ഞിട്ടുള്ള തന്നെ റൂട്ട്. അമ്മോ, ഇനി മേലേക്ക് വരെ തോന്നുന്നു. ഇനി ഒരു 1.5 കയറ്റമാണ്. ഇതാണ് 1 ലൈൻ റോഡ് വന്നു. ഒരു ഹെയർ പിൻ ബെൻഡാണ്. അവിടെ ഒന്നും കിട്ടുക. അവിടെ ട്രക്ക് വരുന്നുണ്ട് ഇറങ്ങിയത്.
അതും നല്ലൊരു ടേണിംഗ് ആണ്. വാവ്. അവിടെ ടാങ്കർ വരും, ഓവർടേക്ക് ചെയ്യാൻ പറ്റില്ല. ഇനി വീണ്ടും പെട്ടെന്നൊരു ഉയരത്തിലേക്ക് പോകുന്നു. ഇനിയാണ് കാർഗിൽ മെമ്മോറിയലൊക്കെ ഉള്ളത്, മ്യൂസിയം. താഴത്ത് നോക്കിയാൽ വില്ലേജും ചെറിയ ടൗണൊക്കെ കാണാം. ഞാൻ നോക്കി ഇവിടെ റോഡ് അവസാനിക്കുന്നു, പെട്ടെന്ന് കുറേ മരങ്ങളൊക്കെ ഉണ്ട്. പിന്നെ മലകൾക്ക് വ്യത്യാസം വന്നു, മറ്റേ കുത്തനുള്ള മലകളല്ല, നിരപ്പായി ഇവിടെ. ഇവിടെയൊക്കെ റോഡൊക്കെ നല്ല റോഡൊക്കെ തന്നെയാണ്, അത് ഒരു സംശയമില്ല. പക്ഷെ നമുക്ക് പോകേണ്ട സ്ഥലം മുമ്പിംഗ്ല പാസ്സാണ്. അതൊന്നൊന്നുമല്ല, ലേയിലൊക്കെ സ്റ്റേ ചെയ്തിട്ട് നമുക്ക് ഓക്സിജൻ ലെവലൊക്കെ ബോഡിയൊക്കെ പൊരുത്തപ്പെടണ്ടേ. അപ്പോൾ ഒരു ദിവസം 2 ദിവസമാണ് പറയണത്. അപ്പോൾ ഒന്ന് സ്റ്റേ ചെയ്തിട്ട് പിന്നെ മുമ്പിംഗ്ല പോകണം. മറ്റുള്ള ഒരുപാട് സ്ഥലങ്ങളുണ്ട് കേട്ടോ, നോക്കട്ടെ, ഒരു ഐഡിയ പോലെ ചെയ്യാം എന്ന് വിചാരിച്ചു. അത് എല്ലായിടത്തും പോകണം, പാങ്കോങ് പോകണം, നുബ്രാവാലി പോകണം, പിന്നെ അവിടെ ഇവിടെയൊക്കെ പോകണം, അങ്ങനെയൊക്കെ തോന്നിയിട്ട് കാര്യമില്ല. നമുക്കൊരു ഐഡിയ പോലെ ചെയ്യാം. ആളുടെ സ്ഥിതിയും നമ്മുടെ ദിവസത്തിൻ്റെ എണ്ണവും അങ്ങനെ ഇങ്ങനെയൊക്കെ നോക്കിയിട്ട് അതിനനുസരിച്ച് ചെയ്യാം. ഇതാണ് കാർഗിൽ. കാർഗിലെത്തി. എന്താ ഇവിടുത്തെ സൈഡത്തെ വ്യൂ ഒക്കെ, ഇവിടെ പാറമാടയിൽ കൂടെ പോണ പോലെ ഉണ്ട്. കാർഗിൽ സിറ്റി കണ്ടില്ലേ, കാർഗിൽ സിറ്റി. അത് റോഡ് സൈഡിൽ നിന്നുള്ള വ്യൂ ആണ്. നമുക്ക് ഇങ്ങോട്ടാണ് പോകേണ്ടത്, 210 കിലോമീറ്റർ ഇല്ലേ. അതിന് മുമ്പ് ചിലപ്പോൾ സ്റ്റേ ആക്കുന്നതാണ് തോന്നുന്നത്. ഇതൊക്കെ കാർഗിൽ ടൗണിൽ പെട്ടതാട്ടോ. കാർഗിൽ ഞാൻ ഇവിടുന്ന് തന്നെ എന്തെങ്കിലും കഴിച്ചിട്ട് പോകാമെന്ന് വിചാരിച്ചു. ആകാശത്തിൻ്റെ ക്ലിയർ നോക്കി, എന്താ ഓക്കെ, ചെറുതായിട്ട് എന്തെങ്കിലും കഴിച്ചിട്ട് പോവാം. ആലു പൊറോത്തയും ചെറുപയർ കറിയും അച്ചാറും, അങ്ങനെ ഒരു കൂട്ട്. അങ്ങനെ അവിടുന്ന് ഫുഡ് കഴിച്ച് ഇങ്ങനെ റോട്ടിലേക്ക് ഇറങ്ങി. നോക്ക്, പച്ചപ്പ് പോലും ഇല്ലാത്ത മല, മേലെ ഒരു തരി പച്ചപ്പില്ല, മരുഭൂമി പോലെ. ഓക്കെ, പോവാ. ഈ റോഡിനാണ് പോകേണ്ടത്, മരുഭൂമി പോലെ. ഞാൻ ഒന്ന് സൈഡാക്കിയിട്ടാ. ഞാൻ ഈ റോഡ് സൈഡിൽ ഇങ്ങനെ കണ്ടിരുന്നു ഒരു മഞ്ഞ പഴം കുറേ പേര് ഇങ്ങനെ വിൽക്കാൻ വെച്ചിരിക്കണം. ആ സൈഡിലൊക്കെ വീടുകളിലൊക്കെ ഇഷ്ടം പോലെ ഉണ്ട്. ഞാൻ എന്താണെന്ന് ഇത് എന്ത് പഴമാണെന്നുള്ളത് ഉണ്ടായിരുന്നു. അപ്പോൾ ഞാൻ റോഡ് സൈഡിലൊന്ന് സൈഡാക്കിയപ്പോഴേ ഇവിടെ ഇതാണ് ആ പഴം. നമുക്ക് ഇതാ ഈ മഞ്ഞപ്പഴം.
ഇത് തന്നെ അല്ലേ ഇത് വല്ല വിഷക്കായ വല്ലതാണോ? മധുരമുള്ളത്. ഇത് കുറേ വിൽക്കാൻ വെച്ചിട്ടുണ്ടായിരുന്നു കുറേ മുന്നേ ഒരു വില്ലേജിൻ്റെ സൈഡിലൊക്കെ. അവിടെയൊക്കെ പറമ്പിലൊക്കെ ഇഷ്ടം പോലെ ഇതിൻ്റെ മരം കുറേ കായകളും. ഞാനൊരു സൈഡാക്കിയിട്ട് പൊട്ടിക്കാമെന്ന് വിചാരിച്ചു, വീട്ടുകാർ പൊടിക്കും. ഞാൻ ആദ്യമായിട്ട് നിന്ന് കേട്ടോ. അയ്യേ, ഇതിൻ്റെ ഉള്ളിലൊരു കായുണ്ട്. ഒരു കായ ഉണ്ട് ഇതിനുള്ളിൽ, എന്താ മധുരമായിട്ടുള്ളൊരു പഴം. ഇത് പുളിയാ, അതിനുണ്ട് പഴുത്തതൊക്കെ. ഞാൻ ഇവിടെ വീണെടുക്കണൊക്കെ ഉണ്ട്, വീണെടുക്കണൊക്കെ ഇപ്പം ഇത് കുഴപ്പമില്ല. ചെറിയ മധുരമൊക്കെ ആയിട്ടേ നമ്മുടെ പപ്പായയുടെ അല്ല അങ്ങനത്തെ. അവിടെ ഇവിടെ സൂര്യകാന്തി, ഇതെന്താ ഗുണ്ടൽപേട്ടോ? ഒറ്റെണ്ണം രണ്ടെണ്ണം സൂര്യകാന്തി 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 സൂര്യകാന്തി. അയ്യോ, തീരെ പ്രതീക്ഷിക്കാത്ത ഒരു സ്ഥലത്ത് ഇതാ ഇവിടെ വന്ന് സൂര്യകാന്തി. സൂര്യകാന്തി തന്നെ ഒറിജിനൽ, ഡ്യൂപ്ലിക്കേറ്റ് അല്ല ഒറിജിനൽ. ഇവിടെ അങ്ങനെ ഇതൊന്നും അല്ല കേട്ടോ. ഇവിടെ ജസ്റ്റ് ഒന്ന് രണ്ടെണ്ണം ഒന്ന് തൈ ഇവിടെ ഉണ്ട്. എന്തായാലും നന്നാവട്ടെ. ഇവിടുന്ന് പോവാ. ഇവിടുത്തെ വ്യൂ നോക്ക്, ഏറ്റവും മേലേക്കൊക്കെ വലിയ മല. ഇവിടെ എന്താ ഇതിലുള്ള സൈക്കിളിൽ केरला। हाँ, आप किधर है? छत्तीसगढ़। कितना दिन आया? 88 88 ദിവസമായി ഇവൻ കിടക്കും. अभी और कितना दिन चाहिए? 1.5 साल से यात्रा कर रहा हूँ। हाँ, भारत यात्रा पूरा टाइम। हाँ, लद्दाख, फिर हिमाचल प्रदेश, फिर उत्तराखंड, उसके बाद जा सकते हैं। ओके। 17 स्टेट हो गए, 7-18 और यूनियन टेरिटरी कुछ है ना, केंद्र शासित प्रदेश। इधर मालूम नहीं। नहीं, ये जो लद्दाख है केंद्र शासित प्रदेश है ना, हाँ। स्टेट में नहीं है। हाँ, वो यहाँ पे इसको भी स्टेट में कहते हैं। 18वां स्टेट हो जाएगा ये बेसिक। ओके, अच्छा से जो कितना किलोमीटर चल गया होगा? 3500। 3500। അവനെ സൈക്കിളിൽ പോവാ. 88 ദിവസമായി എത്ര പാവം. അയ്യോ അയ്യോ. ഇത് കഴിഞ്ഞിട്ട് എന്താ പറയുക, ഹിമാചൽ അങ്ങനെ ഓൾ ഇന്ത്യ പോവാണ്. എത്ര പറഞ്ഞു? 1.5 വർഷം 1 വർഷം അങ്ങനെ എന്തോ പറഞ്ഞു. എന്താല്ലേ, നമ്മളൊന്നും ഒന്നല്ല. സൈക്കിളിൽ എന്തായാലും ഉഷാറാവട്ടെ. നല്ലത് മരുഭൂമിയോ, കുറേ നേരമായി മരുഭൂമി. ഇനി ഇങ്ങനെയൊക്കെ തന്നെ വെറൈറ്റി കാഴ്ചകൾ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ കാണാം. അങ്ങനെ ഞാൻ ഇങ്ങനൊരു സ്ഥലത്തെത്തിയിട്ടാ. ഇവിടെ കുറേ ഫ്ലാഗൊക്കെ കെട്ടി വെച്ച് ഇവിടെ എന്തോ ഒരു ദൈവത്തിൻ്റെ രൂപങ്ങളൊക്കെ ഉണ്ട്. അങ്ങനെ ഒരു സ്ഥലം. അതിന് താഴത്തായിട്ടൊരു അരുവി ഒഴുകുന്നുണ്ട്, അങ്ങോട്ട് ഒഴുകുന്നു. ഞാനിവിടെ നിർത്തിയില്ലേ. അപ്പണ്ട് നമ്മുടെ ഹൈദരാബാദ് പോലെ ഇരുന്ന് ഇതായിരുന്നു. പക്ഷെ എൻ്റെ പിറകിലായി പോയല്ലോ.
तू पहले गया कारगिल 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 हुआ मेमोरियल? हाँ मैं उधर नहीं गया। नहीं गया हाँ अंदर नहीं गया नहीं गया। अरे मैं देखा इधर नहीं वो बाद में ज़्यादा दूर गया अच्छा പിന്നെ വാപ്പസ് नहीं गया. ആ ആള് കാർഗിൽ കയറി അതുണ്ടായത്. നമ്മളപ്പം ടെൻ്റ് അടിച്ചൊക്കെ അടിച്ചില്ലേ അവനാണ്. ഓക്കെ രണ്ടാൾ ഇവിടെ വെച്ച് കണ്ടുമുട്ടി. അങ്ങനെ ഞങ്ങൾ ഒരുമിച്ച് ഇവിടുന്ന് പോകാമെന്ന് വിചാരിച്ചു. അവൻ്റെ ഒരു ഫ്രണ്ടായിട്ടും 93 കിലോമീറ്റർ അപ്പുറത്തുണ്ട്. അപ്പോൾ അവിടെ പോയിട്ട് സ്റ്റേ ചെയ്യാമെന്നൊക്കെ വിചാരിക്കണേ. ഓക്കെ അപ്പോൾ നമ്മൾ ഈ ഒരു ലൊക്കേഷനിൽ നിന്ന് പോവുകയാണ്. ഓക്കെ അവനെ കാർഗിൽ മെമ്മോറിയലില്ലേ അവിടെ കയറി. അതാണ് എനിക്ക് മുമ്പായത്. അല്ല എനിക്ക് മുമ്പല്ല, അവൻ കാർഗിൽ ആ മെമ്മോറിയലില്ലേ അവിടെ കയറി. അതാണെങ്കിൽ ദ്രാസ് വില്ലേജ് കഴിഞ്ഞിട്ടുള്ള സ്ഥലത്താണ്. ഞാൻ വിചാരിച്ചത് കാർഗിലാണെന്ന് വിചാരിച്ചിട്ട് കാർഗിൽ വന്ന് ചെക്ക് ചെയ്യുമ്പോഴാണ് നേരെ ബാക്കിലേക്ക് 55 കിലോമീറ്റർ ബാക്കിലേക്ക് പോയിട്ടാണ്. അപ്പോൾ അത് ദ്രാസിലാണുള്ളത്, അല്ലാതെ കാർഗിൽ അവിടെ മെയിൻ സിറ്റിയിൽ അവിടെ ഒന്നുമല്ല. അതുകൊണ്ടാണ് എനിക്കത് മിസ്സായത്. അവൻ അവിടെ കയറി വന്നതിന് ശേഷമാണ് എൻ്റെ ബാക്കിലായത്. കാരണം രാവിലെ സ്റ്റാർട്ട് ചെയ്തത് എനിക്ക് എന്നെക്കാളും മുന്നേ സ്റ്റാർട്ട് ചെയ്താണല്ലോ. എന്തായാലും ഇപ്പോൾ കൂട്ടിമുട്ടി. ഇനിയിപ്പോൾ റൂം ഷെയർ ചെയ്യാൻ ഒരാളായല്ലോ. വേറെ ഫ്രണ്ട് ഉണ്ടെന്നാണ് പറഞ്ഞത് 93 കിലോമീറ്റർ കഴിഞ്ഞിട്ട്. അപ്പോൾ എന്തായാലും നോക്കി നോക്കാം അതിനിടയിൽ എന്തൊക്കെ കാഴ്ചകൾ കാണുമെന്നറിയാം. അങ്ങനെ വേറൊരു സ്ഥലത്തെത്തിയിട്ടാ. ഇത് ഞാൻ ആദ്യമായിട്ട് കാണും, നേരിട്ട് കാണും. എന്താ അമ്പലമാണ്. അതാ തിരിക്കണതല്ലേ അങ്ങനെന്തോ അല്ലേ ഇത്? എന്താ അല്ലേ, ഓരോ സ്ഥലത്തും ഓരോ വിശ്വാസവും ഓരോ കാര്യങ്ങളും. ഓക്കെ ഇവിടെ എന്താ വേറെ ഇതിൻ്റെ വർക്ക് നടക്കണുള്ളൂ. എന്താ ഇതിനെ പറയുക, ടിബറ്റൻ്റെ എന്തെങ്കിലും ആണോ, അമ്പലമോ അങ്ങനെ എന്തെങ്കിലും സംഭവം. എന്തായാലും അതിൻ്റെ വർക്ക് നടക്കണുള്ളൂ. പെയിൻറ് വർക്കൊക്കെ കഴിഞ്ഞിരിക്കണ്. ഓക്കെ എന്താണ് വക്ക, അങ്ങനെ ഈ സ്ഥലത്തിൻ്റെ പേര് വക്ക. ഇവിടെ അടുത്ത് തന്നെ ഒരു പോലീസ് സ്റ്റേഷൻ ഉണ്ട്, ആശുപത്രി ഉണ്ട്. പിന്നെ ഇതെന്താ മരുഭൂമിയാണ്. ഓക്കെ എന്താ വ്യൂ. ഇതെന്താണിത്, മരുഭൂമിയോ? ലഡാക്കിലേക്ക് വരുമ്പോൾ പല ടൈപ്പിലുള്ള ഭൂപ്രദേശങ്ങൾ കാണാൻ പറ്റും. ഒരുപാട് മരങ്ങളുള്ള മലകൾ, പിന്നെ കുറച്ച് പച്ചപ്പായിട്ട്, ചിലപ്പോൾ ചെറിയ ഐസായിട്ട്. ഇപ്പം നമുക്ക് പ്ലെയിനായിട്ട് മണ്ണ്. എത്ര ദൂരമാണെന്ന് നോക്ക്. അതങ്ങോട്ട് ലോങ് അങ്ങനെ ഇങ്ങനെ തന്നെയാണ്. പല ടൈപ്പിലുള്ള ഭൂപ്രദേശങ്ങൾ കാണാൻ പറ്റും. ഇത് മരുഭൂമിയാണ്. അങ്ങനെതാ ഇങ്ങനൊരു സ്ഥലത്തെത്തി. ഇതിവിടെ ഒരു ഫേമസ് ആയിട്ടുള്ള ഒരു സ്ഥലമാണെന്നാണ് തോന്നുന്നത്. എന്താണ് അങ്ങനെ മക്കളെ നംകില പാസിലെത്തി. 12,198 അടി ഉയരത്തിലാണ് ഇപ്പോൾ ഉള്ളത്. നംകില പാസ് ലഡാക്കിലെ ഒരു ഫേമസ് ആയിട്ടുള്ള ഒരു പ്ലേസാണ്. അങ്ങനെ ഇവിടുന്ന് പോവാം മക്കളെ. കണ്ടല്ലേ നമ്മൾ ഏകദേശം ഒരുപാട് കറങ്ങി തിരിഞ്ഞ് ഇതാ
ഇവിടെയാണുള്ളത്. ഓക്കെ, കുറേ കയറ്റം കയറും, പിന്നെ ഇറങ്ങും. ഇപ്പം ഇത് ഇറങ്ങാനാണ് പോകുന്നത്. ഇറക്കം. അയ്യോ, അടിപൊളി ഇറക്കാണല്ലോ. കണ്ടാ, കുറേ കയറ്റം കയറി വരും, പിന്നെ ഇറങ്ങും. അവിടെ എന്തൊക്കെ കുറേ ബിൽഡിങ്ങുകൾ, ഹോസ്പിറ്റലൊക്കെ ഉണ്ട് തോന്നുന്നു അവിടെ. ഇപ്പോൾ കുറേ ദൂരമായിട്ട് ഇങ്ങനെ തന്നെയാണ്, ഡോണ്ട് ഡ്രൈവ് ഡ്രങ്ക്. ഇത് കുറേ ക്യാപ്ഷൻ കാണണ്ട. നേരത്തെ ഒരു ക്യാപ്ഷൻ ഉണ്ടായിരുന്നേ, എന്താണ്, ആഫ്റ്റർ വിസ്കി ഡ്രൈവ് റിസ്കി. ആഫ്റ്റർ വിസ്കി ഡ്രൈവ് റിസ്കി, അങ്ങനെയൊക്കെ ഒരു കഥ. ബ്രോ അല്ലേ, ബ്രോ, ബോർഡർ റോഡ് ഓർഗനൈസേഷൻ, അവരോരോ കുറേ ക്യാപ്ഷനൊക്കെ കാണാം. വീണ്ടും ഒരു ഹെയർപിന്. തിരിക്കട. തിരിക്ക്. പാണ്ടി ലോറി. ഓ, പാണ്ടി ലോറി അല്ല, കാശ്മീർ ലോറി. അങ്ങനെ വട്ടായ ഫുള്ള് കുന്നുമലയും മാത്രം കണ്ടിട്ട് വട്ടായ. അടുത്തത് വേറൊരു വില്ലേജിലേക്ക് കിടക്കുകയാണ്. കങ്ക്രാൾ എന്നുള്ളൊരു വില്ലേജാണിത്. നമുക്ക് മണ്ണുകൊണ്ട് ഇങ്ങനെ ചെറിയ ചെറിയ വീടുകൾ, കെട്ടിടങ്ങൾ ഉണ്ടായിരിക്കണം. മണ്ണും കട്ടയും കൊണ്ട് മാത്രം, മണ്ണും കട്ടയും. ഒരു ജുമാ മസ്ജിദ് ഉണ്ട് അവിടെ, കങ്ക്രാൾ. കുറേ വർക്ക്ഷോപ്പ്, അങ്ങനെയുള്ള കുറച്ച് സംഭവങ്ങളൊക്കെ ഉണ്ട്. വില്ലേജ് കങ്ക്രാൾ ഒരു വില്ലേജ് ഏരിയയാണ്. കുറച്ച് കടകളും ഹോട്ടലും ഗസ്റ്റ് ഹൗസ് അങ്ങനെയൊക്കെ ആയിട്ട് ഒരു ഏരിയ ആണത്. റൂമൊക്കെ ഇവിടെ കിട്ടുന്നുണ്ട്. റൂമൊക്കെ ഒരുപാടുണ്ട്. റൂം സൗകര്യങ്ങളൊക്കെ ഒരുപാടുണ്ട്. ഇവിടെ വേഗ് ഗസ്റ്റ് ഹൗസ്, റെസ്റ്റോറൻറ്റ്, അങ്ങനെയൊക്കെ ആയിട്ട് ഒരു ചെറിയൊരു ടൗണ്. കുറേ കടകളൊക്കെ ഉണ്ട്. ഹാർഡ്വെയർ, സിമെൻറ്റിൻ്റെ കട, അങ്ങനെ കുറേ കടകളൊക്കെ ഉണ്ട്, ബേക്കറികൾ. അങ്ങനെ ഒരു സ്ഥലം. ഇത് വേറൊരു വില്ലേജാണ്, ബുദ്ധ് കർബു എന്നുള്ളൊരു വില്ലേജാണിത്. ഇവിടെയും കുറേ കെട്ടിടങ്ങളും വീടുകളും മറ്റുള്ള കെട്ടിടങ്ങളൊക്കെ ഉണ്ട്. അതിന് മേലെ എന്തോ ഒരു ക്ഷേത്രമുണ്ട്, വലിയൊരു പ്രതിമ കാണുന്നുണ്ട്. അങ്ങനൊരു സ്ഥലം. ഏതാ ടവർ? എയർടെലിൻ്റെ. 2 ടവറൊക്കെ ഉണ്ട്, നെറ്റ്വർക്കൊക്കെ കിട്ടുന്ന ഏരിയയാണ്. ബുദ്ധ് കർബു. അയ്യോ, കൊക്കയിലേക്ക് പോകുന്നേ. റോഡ് എവിടെ? കൊക്കയിലേക്ക് പോകുന്നേ. ദേ പോകുന്നേ, കൊക്കയിലേക്ക് വീഴാൻ പോകുന്നേ. അയ്യോ 11,000 സംതിങ് അടി ഉയരത്തിൽ നിന്ന് വീണ്ടും താഴത്തേക്ക്, പിന്നെയും കയറ്റം കയറും. അങ്ങനെയൊക്കെയാണ്. മരുഭൂമിയോ?
ആ ശരിക്കും ഇവിടെ ഒന്നും നെറ്റ്വർക്ക് ഇല്ലട്ടാ. നെറ്റ്വർക്ക് കിട്ടാത്ത മേലെ ഇവിടുത്തെ സിമ്മ് വരെ ഇവിടെ വർക്ക് ചെയ്യണില്ല. അങ്ങനത്തെ കാർഗിൽ ആ ഒരു പ്രദേശം നമ്മൾ കഴിഞ്ഞു. ഇനി ലേയിലേക്ക് 154 കിലോമീറ്ററാണ്. നമ്മളിന്ന് സ്റ്റേ ചെയ്യാൻ ഉദ്ദേശിക്കുന്ന സ്ഥലം വേറെയാണ്, അങ്ങോട്ടേക്കാണ് പോണത്. അപ്പോൾ പോവാ. ഗുഡ് ബൈ കാർഗിൽ. അങ്ങനെ ലേ ഡിസ്ട്രിക്റ്റിലേക്ക് കിടക്കുകയാണ്. ഇതാണ് ലേ ഡിസ്ട്രിക്റ്റിലേക്ക് കിടക്കാനുള്ളത്. ഓക്കെ, ഡിസ്ട്രിക്റ്റില്ലേ ഇതാ കിടക്കുന്നു. ഡിസ്ട്രിക്റ്റില്ലേ. അപ്പോൾ നമ്മൾ ലഡാക്കിലെ ലേ ജില്ലയിലേക്ക് കടന്നിരിക്കുകയാണ്. ജില്ലയിലേക്ക് കടന്നിട്ടുള്ളൂ. ലേ മെയിൻ സിറ്റിയിലേക്ക് ഇനിയും 130-140 കിലോമീറ്റർ ഉണ്ട്. നമ്മൾ അതിനുള്ളിൽ ഒന്ന് സ്റ്റേ ആക്കണം. മറ്റേ മലപ്പുറം ടീം ചിലപ്പോൾ അവിടെ എത്തുന്ന, അവർ പിന്നെ ഒറ്റ പോക്കാണ്, വല്ലാതെ എക്സ്പ്ലോറൊന്നും ഇല്ല. റോഡ് സൈഡിൽ വല്ലാതെ കാഴ്ചകൾ കാണാൻ നിർത്തുകയെ, അവരൊറ്റ ലൊക്കേഷൻ പോവുക. പിന്നെ നമ്മളെ പോലെ വീഡിയോ എടുക്കലോ അങ്ങനെയുള്ള പരിപാടിയൊന്നും ഇല്ല. അതായത് ചാനലില്ല, സ്റ്റാറ്റസ് ഇടാനും ഇൻസ്റ്റയിൽ ഇടാനൊക്കെ വീഡിയോ എടുക്കുന്നുണ്ടാവും. അങ്ങനെ ഒരു ചായയും ബിസ്ക്കറ്റും കഴിച്ചിട്ട് തുടങ്ങാമെന്ന് വിചാരിച്ച്. തുടങ്ങാന്നല്ല, കണ്ടിന്യൂ ചെയ്യാന്ന്. അവർ തിരിച്ചു പോവുകയാണ്. അവർ ടീമാവ് തോന്നുന്നത്. അവരുടെ ജേഴ്സിയിലൊക്കെ അവരുടെ ടീമിൻ്റെ പേരുണ്ട്. അങ്ങനെ ഇവിടുന്ന് ചായ കുടിച്ച് ഇനി 40 കിലോമീറ്റർ. അവിടുന്ന് ലോങ് വേണ്ടിയില്ലേ, മലയിൽ കുറച്ച് ഐസൊക്കെ ആയിട്ട് ആ ഗ്യാപ്പിലുള്ള ഒരു മല, അവിടെ ഐസ് ഉണ്ട്. ഐസ് അലിയണേ ഉള്ളൂ, അത് ബാക്കിയൊക്കെ അലിഞ്ഞു പോയതാണ്. ഓക്കെ, ഇപ്പോഴേ കയറ്റം കയറിക്കൊണ്ടിരിക്കട്ടോ. ഇപ്പോൾ നല്ല താഴത്തു നിന്നാണ് ഇപ്പോൾ ഞാൻ വന്നത്. ഇപ്പോൾ ഇതാ മേലേക്കാണ് കയറ്റം. ആ ഏറ്റവും ടോപ്പിലേക്ക് റോഡ് കാണുന്നില്ലേ, ആ മേലേക്ക് ഇതാ കൈവരി കാണുന്നു. അങ്ങോട്ടേക്ക് അങ്ങനെ കയറി പോവാണ് മേലേക്ക്. ഓ, അങ്ങനെയാണ് റൂട്ട് ഇവിടെയൊക്കെ. ഇനി ഒരു 30-something കിലോമീറ്റർ ഉണ്ടാവും. ഫസ്റ്റ് വ്യൂ ഓഫ് പട്ടുല വ്യൂ പോയിന്റ്. പട്ടുല വ്യൂ. സൂര്യനൊക്കെ പോയി തുടങ്ങി. ഓക്കെ, അങ്ങനെ ഇതാ 13,479 അടി ഉയരത്തിൽ പൊത്തൂല. എന്താ തണുത്ത കാറ്റടിക്കണ്. ഇപ്പൊ നിൽക്കുന്നത് 13,379 അടി ഉയരത്തിലാണ്. ഓടിപ്പോണു. ഇവിടുത്തെ എന്തോ ആളാ തോന്നുന്നു. അതെന്തോ വേറെന്തോ ലേഡിയാണ് ആള്. ഞാൻ വെച്ചാൽ മെന്നാണ്. എന്തെങ്കിലും ടാസ്ക് ആവും. ഓക്കെ, എടാ ഇനി താഴത്തേക്കാണ് ഇറങ്ങി പോകേണ്ടത്. നോക്ക്, താഴത്തേക്ക് റോഡ്. കയറ്റത്തുനിന്ന് ഇപ്പം വീണ്ടും താഴത്തേക്ക് ഇറങ്ങി പോണിനി. അടിപൊളി. തണുപ്പുണ്ട്. ഇപ്പോൾ 13,349 ആ അടി ഉയരത്തിൽ നിന്ന് താഴത്തേക്ക് ഇറങ്ങല്ലേ. പോവാ. അങ്ങനെ ഇതല്ല
ലാമയൂര് എത്തിയിട്ടോ. ലാമയൂര് താഴത്തേക്ക് ഇറങ്ങിയിട്ടാണ് കേട്ടോ. അത് കുറേ അങ്ങോട്ട് താഴത്തേക്ക് ഇറങ്ങണം. അവിടെയാണ് ആ ഒരു വില്ലേജ് ഉള്ളത്, ലാമയൂര്. സമയം ഇപ്പോൾ ഏകദേശം 6 മണിയൊക്കെ കഴിഞ്ഞു. നമ്മൾ സ്റ്റേ ചെയ്യാനുള്ള സ്ഥലമൊക്കെ ഏകദേശം എത്രയായി തോന്നുന്നു. മറ്റൊന്നും ബാക്കിലുണ്ട്, അതങ്ങനെ വരുന്നുണ്ട്. ഇവിടെ ഒന്നും നെറ്റ്വർക്ക് ഉണ്ടായിരുന്നില്ല. ഇപ്പം എന്താ അവസ്ഥ എന്നറിയില്ല. അവൻ ഓഫ്ലൈൻ മാപ്പ് ഇട്ടിരിക്കുകയാണ്. അപ്പോൾ എല്ലാവരും ശ്രദ്ധിക്കുക, ഓഫ്ലൈൻ മാപ്പൊക്കെ ഡൗൺലോഡ് ചെയ്ത് വെക്കാം. ഇങ്ങനെയുള്ള സ്ഥലത്തേക്ക് എത്തുമ്പോൾ കൺഫ്യൂഷനാവും. ഓക്കെ, നമുക്ക് താഴത്തേക്ക് ഇറങ്ങാം. ഹെയർപിൻ വെൻറ്റുകളിലാണ്. താഴത്തൊക്കെ പഴയകാല ബിൽഡിങ്ങുകളൊക്കെ ഒന്നുകൂടി ക്ലോസ് ആയിട്ട് അടുത്ത് നിന്നിട്ട് കാണിച്ചു തരാം. ലമയൂരു മൊണാസ്ട്രി വേണ്ട, വില്ലേജ് ലമയൂരു. ആൾട്ടിറ്റ്യൂഡ് 11,893 ഫീറ്റ്. ഇവിടെ നിന്ന് അങ്ങോട്ട് നോക്കിയൊക്കെ. വാവ്, പഴയകാല ബിൽഡിങ്ങുകളും. ഇവിടെയൊക്കെ സ്റ്റേ ആക്കിയാൽ മതിയായിരുന്നു. മറ്റവനെ എവിടെയാണോ സ്റ്റേ. അടിപൊളിയല്ല, അടിപൊളി അടിപൊളി. ഇങ്ങോട്ട് നോക്കുക, അതിൻ്റെ വേറൊരു വശം. അങ്ങനെ മലയൊക്കെ തുറന്നിട്ട് അതിൻ്റെ ഉള്ളിലൊക്കെ സ്റ്റേ ഉണ്ടായിരുന്നു തോന്നുന്നു. എന്തൊക്കെയോ ചരിത്രമാണ്. കണ്ടില്ലേ 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 കണ്ടില്ലേ. ലമയൂരു. അങ്ങനെ ഈ വില്ലേജിൽ നിന്നും അങ്ങനെ ഒരു വില്ലേജ്. ഇവിടെ സ്റ്റേ ചെയ്യാനുള്ള സൗകര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. ഹോട്ടലുകളുണ്ട്, റെസ്റ്റോറൻറ്റുകളുണ്ട്. 11,893 ഫീറ്റിലാണുള്ളത് ഈ വില്ലേജ്. നമുക്കിനി 19 കിലോമീറ്റർ മുന്നിലേക്ക് പോകണം. മണ്ണിൻ്റെ സ്വഭാവം മാറിയിട്ട് നോക്കി നോക്ക്. അവിടെ വേറെ കളറുള്ള മണ്ണ് കണ്ടില്ലേ. ഓരോ സ്ഥലത്തും ഓരോ ടൈപ്പ്. നോക്കിയാൾക്ക് വലിയ മലകൾക്കിടയിലൂടെ താഴത്തു കൂടെയാണ് പോണത്. ലമയൂര് വില്ലേജിൽ നിന്ന് താഴത്തേക്ക് ഇറങ്ങി. അങ്ങനെ എന്താ പറയുക, വല്ലാത്ത എക്സ്പീരിയൻസാ. ഇങ്ങനെ ബൈക്കിൽ ഈ ഒരു താഴ്വര കൂടെ ഇങ്ങനെ പോകുമ്പോഴേ. ഇപ്പം താഴത്താണുള്ളത് കേട്ടോ. നമ്മുടെ ലൊക്കേഷനിൽ ഇനി 1000 കിലോമീറ്റർ ഇല്ലയെന്ന് വിചാരിക്കാം. എന്താ അത് നോക്കിയത്, ഭയങ്കരം, പറഞ്ഞറിയിക്കാൻ പറ്റില്ല. നമ്മൾ ഓരോന്ന് കാര്യങ്ങൾ അങ്ങനെയല്ല, എക്സ്പീരിയൻസ് ചെയ്യുമ്പോഴേ നമുക്കിതൊക്കെ അറിയുള്ളൂ. വീഡിയോയിൽ എത്രമാത്രം നിങ്ങൾക്കത് അടിപൊളിയായി തോന്നുന്നു അറിയില്ല. നമുക്ക് വീഡിയോയിൽ എത്രമാത്രം, പക്ഷെ കണ്ണുകൊണ്ട് കാണുമ്പോൾ ഒരു കാഴ്ച ഉണ്ടല്ലോ. എത്രയോ കിലോമീറ്ററുകളായിട്ട് ഒരുപാട് എത്രയോ കിലോമീറ്ററുകളായിട്ട് പല ടൈപ്പിലുള്ള ഭൂപ്രദേശങ്ങൾ കണ്ട് അങ്ങനെ ഭയങ്കരം ഭയങ്കരം. പോണത് പാറയുടെ അടിയിൽ കൂടെയാണ് പോകുന്നത്. അങ്ങനെ ഇതാ ഇരുട്ടായിട്ട്, ഏകദേശം ഇങ്ങനെ ഇരുട്ടായി വരുന്നു. പക്ഷെ ഇവിടെ സമയം ഇപ്പോൾ 7:30 കഴിഞ്ഞു കേട്ടാ. നമ്മളവിടുത്തെ 7:30 അതല്ല, ഇവിടെ വെളിച്ചുണ്ടാവും 7:30 8 മണിയാകുമ്പോഴൊക്കെ. എനിക്ക് തോന്നുന്നേ കൾട്ട്സി എന്ന് പറഞ്ഞൊരു സ്ഥലമുണ്ട്, അവിടെയാണ് റൂം എന്നാണ് തോന്നുന്നത്. 3 കിലോമീറ്ററേ ഉള്ളൂ. മറ്റവൻ്റെ തെലുങ്കാനയുടെ ഫ്രണ്ടാണ് അവിടെ റൂമുണ്ടെന്ന് പറഞ്ഞിരുന്നു. എന്തായാലും പോയി നോക്കി നോക്കാം. ഇനി അടുത്തത് റൂം സ്റ്റേ. അങ്ങനെ ഇവിടെ ഒരു ചെക്ക് പോസ്റ്റ് ഉണ്ട് കേട്ടോ.
കൽച്ചിസി എന്നിട്ട് അവിടുന്ന് പേരും ഇതൊക്കെ എഴുതി കൊടുക്കണം. അങ്ങനെ അവിടെ നിന്ന് നമ്മൾ ലഡാക്ക് പോലീസ് ഡിസ്ട്രിക്ട് പോലീസ് അല്ലേ. അപ്പോൾ കൽച്ചി എന്നുള്ളൊരു ചെക്ക് പോസ്റ്റിന് അവിടെ നിന്നാണ് നമ്മൾ പേര്, വണ്ടി നമ്പർ, അതേപോലെ ഫോൺ നമ്പർ ഒക്കെ കൊടുത്ത് അവിടുന്ന് മൂവ് ആവുകയാണ്. നമുക്കിനി ഏകദേശം അടുത്ത് തന്നെ എത്തിയെന്നാണ് തോന്നുന്നത്. അവൻ്റെ മാപ്പ് ഉള്ളത്. സമയം ഇപ്പോൾ 8 മണിയായി ഉണ്ടാവും. സൂര്യനൊക്കെ പോയി. അങ്ങനെ ഞങ്ങളിവിടെ കൽസി എന്നുള്ള സ്ഥലത്ത് എത്തിയിട്ടാണ് വന്ന് ഇവിടെ ഒന്ന് ഫ്രഷായി. അപ്പോൾ ഇവിടെ 2 ഫ്രണ്ട്സ് ഉണ്ട്. നമ്മുടെ തെലുങ്കാനയുടെ ഫ്രണ്ട് ഉണ്ട്, നാട്ടുകാരുണ്ട് ഒരുത്ത്. അതേപോലെ കുക്കിങ്ങിന് വേണ്ടിയിട്ട് ആൾ വെജിറ്റബിൾ അരിയാണ്. आपका नाम क्या है? अनिल. 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 दोनों एक गाँव? वन स्टेट. ആ, രണ്ടാളും ഒരേ സ്റ്റേറ്റ് തന്നെയാണ്. അപ്പോൾ ഞങ്ങളെ ഇവിടെ എത്താറാകുമ്പോൾ അവർ പറഞ്ഞ ഇവിടെ സ്റ്റേ ചെയ്താ പറയാ. വേറൊരാളുണ്ട്, ആള് കുക്കിങ്ങിലാണ്. ആള് നല്ല ഭയങ്കര കുക്കിംഗ് പരിപാടിയാണ്. ഹെൽപ്പ് വേണമെന്നൊക്കെ ചോദിച്ചു, വേണ്ട പറഞ്ഞ്. അപ്പോൾ ആളും ഇവനിവിടെ ഗവൺമെന്റ് സർക്കാർ ഡിപ്പാർട്ട്മെന്റ് ഓഫ് പോസ്റ്റ് ഇവിടെ ജോബ് ചെയ്യാണ്. അപ്പോൾ ഞങ്ങൾ അവരുടെ റൂമിലാണ് ഇവിടെ സ്റ്റേ ചെയ്യുന്നത് ഇന്ന്. ഓക്കെ, അപ്പോൾ എന്തായാലും നമ്മുടെ കേരള ടു ലഡാക്ക് യാത്രയുടെ ഭാഗമായിട്ട് ലേഹ് റൂട്ടിലാണ് ഇപ്പോൾ പോകുന്നത്. ലേഹ് റൂട്ടിലാണ് ഇപ്പോൾ പോകുന്നത്. ഇനി ഒരു 100 കിലോമീറ്റർ കൂടി ഉള്ളൂ. അപ്പോൾ അതിനിടയ്ക്ക് ഈ ഒരു സ്ഥലത്ത് സ്റ്റേ ആക്കിയിരിക്കുകയാണ്. ഓക്കെ, അപ്പോൾ നമുക്ക് അടുത്ത ദിവസം പുതിയൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം. അടുത്ത ലേയിലേക്ക് പോവുകയാണ്. ഓക്കെ, അവിടുത്തെ കാഴ്ചകളും കാര്യങ്ങളും കാണാം. ഓക്കെ, ബൈ.